നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിലെ തങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അതായത് ഗ്രൂപ്പ് ഡിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരം നേരിടുവാനായിട്ട് പോകുന്നത്. അതായത് നവംബർ 3-ാം തീയതി 4:30-ക്കായിരിക്കും ഈ ഒരു മത്സരം. അതായത് നാളെയാണ് ഈ ഒരു മത്സരം നടക്കുവാനായിട്ട് പോകുന്നത്. നാളെ വൈകിട്ട് 4:30-ക്കാണ് ഈ ഒരു മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെയാണ്. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ക്ലബ്ബായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഹൈദരാബാദ് എഫ് സിക്കെതിരെ അല്ലെങ്കിൽ ഹൈദരാബാദ് എഫ് സിക്ക് പകരമായിട്ട് മുമ്പോട്ട് കടന്നു വന്നിട്ടുള്ള ക്ലബ്ബാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി. ഈ ഒരു ക്ലബിനെ കുറിച്ച് പറയുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ISL സീസണിൽ ഒരു പകുതിയോളം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുണ്ടായിരുന്ന, അതായത് മികാൽ ശകരെ പുറത്താക്കിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചസ് ആയിട്ടുണ്ടായിരുന്ന തോമസ് ഷോസും അതുപോലെ തന്നെ TG പുരുഷോത്തമനുമാണ്. അതിൽ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോച്ചസിൻ്റെ ലിസ്റ്റിലെ പ്രഥമനായിട്ടുണ്ടായിരുന്ന തോമസ് ഷോസാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ നിലവിലെ മുഖ്യ പരിശീലകൻ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഡീപ്പായിട്ട് തന്നെ അറിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. സോ അതിനാൽ തന്നെ അദ്ദേഹവുമായി അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതിനാൽ തന്നെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം എളുപ്പമായിരിക്കത്തില്ല എന്ന് എടുത്ത് പറയേണ്ടതാണ്. പോരാതെ തന്നെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ജയിച്ചെങ്കിൽ മാത്രമേ ഒരു ബെറ്റർ ഹോപ്പ് സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നതിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഓൾറെഡി രാജസ്ഥാൻ യുണൈറ്റഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സോ ആ സാഹചര്യത്തിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ള 2 മത്സരങ്ങൾ മുംബൈക്കെതിരെയും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെയുമാണ്. ഡൽഹിയും കൂടി പരാജയപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 പോയിൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനാകുമെന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി മുംബൈക്ക് ഉള്ള മത്സരത്തിൽ മുംബൈ സമനിലയാവുകയോ പരാജയപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പോയിൻ്റ് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈയെ പരാജയപ്പെടുത്താതെ തന്നെ ക്വാളിഫയിങ്, അതായത് എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സിന് നവംബർ 6-ാം തീയതിയിലുള്ള മത്സരത്തിൽ ജയിക്കേണ്ട പോലും ആവശ്യമില്ലാതെ ഡയറക്റ്റായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് അടുത്ത റൗണ്ടായിട്ടുള്ള സെമി ഫൈനലിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിന് നിർബന്ധമായും ഒരു 3 പോയിൻറ്റ് സെക്യൂരിറ്റി ഈ ഒരു മത്സരത്തിൽ വേണ്ടതാണെന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പ്രഥമമായും ചില മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര കണ്ടൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 87-ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മത്സരത്തിലെ ആദ്യമായ ഒരു ഗോൾ നേടുന്നതും ആ ഒരു ഗോളിൻ്റെ ബലത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് 3 പോയിൻ്റ് കരസ്ഥമാക്കിയതും. സോ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്, ടീമിലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി ഇൻ മിഡ്ഫീൽഡ് ആയിരിക്കാം ഒരുപക്ഷെ മാറ്റങ്ങൾ വരിക. കാരണം പലപ്പോഴും മിസ് പാസുകളും നല്ലൊരു പൊസിഷൻ എടുത്ത് ഒരു ബിൽഡപ്പിന് ശ്രമിക്കാത്തതും ഒക്കെ തന്നെ നമ്മൾ മിഡ്ഫീൽഡിൽ നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് വളരെ ഒരു നോർമലായിട്ടുള്ള, എന്നാൽ യുവാൻ റോഡ്രിഗസിനെ പോലെ ഒരു പുതിയ താരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലൊരു മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പുറമെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേൾഡ് ക്ലാസ് ലെവലിലുള്ള ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് വളരെ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊടുക്കുവാനായിട്ട് സാധിച്ചതുമൊക്കെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ലൈനപ്പിൽ നമുക്ക് തുടരുന്നൊരു സാഹചര്യമായിരിക്കും കാണുക. പോരാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോർച്ചുഗീസ് സ്ട്രൈക്കറായിട്ടുള്ള തിയാഗോ ആൽവസിന് ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്.